പറഞ്ഞിരിക്കുന്നത് പ്രൊഫസർ സത്യഭാമദാസ് ബിജുവാണ്. അദ്ദേഹം ഒരു ടീമിൻ്റെ കൂടെ പോകുന്നത്. പൊതുവായി ഞാൻ പരിചയപ്പെടുത്താം. ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസറാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയത്തരവാണ്. ലോകത്തെ ഏറ്റവും ഫ്രോഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം അറിയപ്പെടും. സമയം കിട്ടിയാൽ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. സാറാണ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നത്. സാർ ഒന്ന് കുട്ടികൾക്ക് കാണാൻ, മറ്റുള്ളവർക്ക് കാണാൻ. ഡോക്ടർ എൻ അനിൽകുമാർ നിലവിലെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ അധ്യക്ഷനാണ്. പ്രൊഫസർ MS സ്വാമിനാഥൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി 30-ലധികം വർഷം ജോലിയെടുത്തു. സസ്യ വർഗീകരണം, പ്ലാന്റ് ടാക്സോണമി, ആ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം. പിന്നെ അതിൽ നിന്ന് സ്വാമിനാഥൻ സാറിൻ്റെ കൂടെ വന്നതിന് ശേഷം ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ സസ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ഗവേഷണങ്ങളിലേക്ക് അദ്ദേഹം പോയി. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. നിലവിൽ ജൈവവൈവിധ്യ ബോർഡിൻ്റെ അധ്യക്ഷനാണ്. ജൈവവൈവിധ്യ ബോർഡ് അറിയാമല്ലോ, ജൈവ വൈവിധ്യം അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം, അത് ഒരു ക്രമപരമായി സസ്റ്റൈനബിളായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം ഒക്കെയുണ്ട്. അടുത്തത് ചന്ദ്രദത്തൻ സാറാണ്. ചന്ദ്രദത്തൻ സാറിനെ ഈ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവാണ്. നിങ്ങളിന്ന് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നോ? നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ ഏത് സയൻറ്റിസ്റ്റാണ്? ഓക്കെ. ചന്ദ്രദത്തൻ സാറ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ, അത് കേട്ടിട്ടുണ്ടോ? VSSC, അതിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ ISROയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ തിരുവനന്തപുരത്ത് തന്നെ മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ശാസ്ത്രജ്ഞനായി ശ്രീഹരിക്കോട്ടയിലും ഒക്കെ ജോലിയെടുത്തിട്ടുണ്ട്. മുതിർന്ന തലത്തിൽ ഡയറക്ടർ ലെവലിലൊക്കെയാണ്. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ പല റോക്കറ്റ് ലോഞ്ചിങ് പ്രോഗ്രാംസിലും സാറ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സാറാണ് ഒരു കൂട്ടരുടെ ഒപ്പം ഇന്ന് വാക്ക് വിത്ത് സയൻറ്റിസ്റ്റിൽ പങ്കെടുക്കുന്നത്. സാർ ഇവിടെയുണ്ട്. പ്രൊഫസർ മോഹൻദാസ് നായർ എന്ന് പറയുന്നത് GM നായർ. നിലവിലെ കേരളത്തിലെ ഗവേഷകരുടെ, ശാസ്ത്ര ഗവേഷകരുടെ ഒരു പ്രൊഫഷണൽ സംഘടനയുണ്ട്, കേരള അക്കാഡമി ഓഫ് സയൻസസ്. അതിൻ്റെ പ്രസിഡൻ്റാണ്. സാറ് നമ്മുടെ സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിനോട് ചേർന്നുള്ള ബയോടെക്നോളജി കമ്മീഷനുണ്ട്, അതിൻ്റെ സീനിയർ അഡ്വൈസറായിരുന്നു. അതുപോലെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടുണ്ടോ? TPGRA, അതിൻ്റെ ഡയറക്ടറായിരുന്നു. കേരള സർവകലാശാലയിലെ ബോട്ടണി വിഭാഗത്തിൻ്റെ അധ്യക്ഷനും അവിടുത്തെ പ്രൊഫസറുമായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത്രയും അധികം എക്സ്പീരിയൻസ് ഉള്ള ഈ ഗവേഷകരൊക്കെ തന്നെ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ഒരു അഡ്വൈസറി റോൾ, ഉപദേശക സമിതികളിലൊക്കെ നിരവധി രാജ്യത്തെയും വിദേശത്തെയും സമിതികളിലൊക്കെ ഉള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ GM നായർ സാറേയും പരിചയപ്പെടുത്തുകയാണ്. പ്രൊഫസർ സുരേഷ് ദാസ്, നമ്മുടെ CSIR എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടു തുടങ്ങണം എന്തെങ്കിലും. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യവസായ ഗവേഷണ കൗൺസിൽ, ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലെ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതിന് രാജ്യത്തെമ്പാടും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് മുമ്പ് റീജിയണൽ റിസർച്ച് ലാബിൻ്റെ പേരുണ്ടായിരുന്ന ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന NIST, ആ സ്ഥാപനം ട്രിവാൻഡ്രത്തുണ്ട്. അതിൻ്റെ മേധാവിയായിരുന്നു സാർ. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ. പക്ഷേ ലോകപ്രശസ്തനായ ഫോട്ടോ കെമിസ്ട്രി ശാസ്ത്രജ്ഞനാണ് സുരേഷ് ദാസ്. സാറിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ കുറേ അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സർവീസസിലേക്കും പ്രോഡക്റ്റുകളിലേക്കും ഒക്കെ തന്നെ. സാർ അതിനുശേഷം നമ്മുടെ ഇപ്പോൾ ഈ സയൻസ് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിരുന്നു. മുഖ്യമന്ത്രിയാണ് പ്രസിഡന്റ്, തൊട്ട് താഴെ സാറ് അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിരുന്നു.
ഇപ്പോൾ നിലവിൽ സാറ് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അവിടെ നിന്ന് സാറ് ഈ അടുത്ത കാലത്താണ് ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് മറ്റൊരു അഡ്വൈസറി റോളിലൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സുരേഷ് ദാസ് സാറിനെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ, ലോകത്തെ തന്നെ പ്രശസ്തരായ ശാസ്ത്ര ഗവേഷകരാണ് നിങ്ങളുടെ ഒപ്പം എന്ന് സംവദിക്കാനുള്ളത്. അവസരം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ശാസ്ത്ര കൗൺസിൽ ചെയ്യുന്നതിനും ഒരു ഉദ്ദേശമുണ്ടല്ലോ. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലയിലേക്ക്, ഇന്നൊവേഷൻ രംഗത്തേക്ക് കൂടുതൽ മിടുക്കരെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതി കൂടിയാണ്. നിങ്ങളുടെ ഒരു തലത്തിലെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞ് വരുന്നവരാണ്, മിടുക്കരാണ് നിങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. എല്ലാ ബഹുമാന്യരായ വിദഗ്ധരെയും ശാസ്ത്ര ഗവേഷണ രംഗത്തെ പ്രതിഭകളെയും നാളെയുടെ പ്രതിഭകളായ നിങ്ങളെയും സ്വാഗതം ചെയ്യുക.
നന്ദി.